ഹോട്ടൽ മേഫ്ലവറിൻ്റെ ലോബിയിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല. മരപ്പലകൾ പാകിയ ചുവരോട് ചേർന്നുള്ള കനത്ത സോഫയിലിരുന്ന് പീറ്റർ പാർക്കർ കണ്ണാടി ജനാലയിലൂടെ താഴ്വരയിലേക്ക് കണ്ണയച്ചു. മൂടൽമഞ്ഞിൻ്റെ നീലിമയിലൂടെ അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന കാർപ്പാത്തിയൻ മലനിരകൾ കാണാമായിരുന്നു. ആ കാഴ്ചകളിൽ നിന്നും കണ്ണെടുത്ത് വാച്ചിൽ നോക്കിക്കൊണ്ട് പീറ്റർ പാർക്കർ അടുത്തിരുന്ന ചങ്ങാതിയോട് പറഞ്ഞു, "ഗ്രെഗ്, കുതിരവണ്ടികൾ ഇതുവരെ വന്നില്ലല്ലോ, എന്തുപറ്റി?" അതിന് മറുപടി പറഞ്ഞത് ഹോട്ടൽ മാനേജർ മിസ്റ്റർ ഹെർമൻ ആണ്. "വണ്ടി സമയത്തെത്തും സാർ, വിഷമിക്കണ്ട. ആ കുതിരവണ്ടിക്കാർ ഇവിടെ സ്ഥിരമായി വരാറുള്ളതാണ്. 1:30-ക്കെത്താനല്ലേ നാം പറഞ്ഞത്? ഇപ്പോൾ മണി 1 കഴിഞ്ഞിട്ടേ ഉള്ളൂ." "ഓ, ശരി തന്നെ. എന്തായാലും സൂര്യൻ പ്രകാശിക്കുന്നുണ്ട്. ട്രാൻസിൽവാനിയയിലെ നമ്മുടെ യാത്ര സുഖകരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം, അല്ലേ ഗ്രെഗ്?" "അങ്ങനെ ആവണമെന്നാണ് എൻ്റെയും ആഗ്രഹം," ഗ്രെഗ് ഹഡ്സൺ മന്ദസ്മിതത്തോടെ പറഞ്ഞു. വളരെ പഴക്കം ചെന്ന ടൂറിസ്റ്റ് ഹോട്ടലാണ് മേഫ്ലവർ. വസന്തകാല സന്ദർശനത്തിനെത്തുന്ന അതിഥികൾക്ക് വേണ്ടി മാത്രമേ അത് തുറക്കാറുള്ളൂ. ഹംഗറിയിലെ ഒരു പുരാതന പ്രഭു കുടുംബത്തിൻ്റെ കൊട്ടാരം പോലെയുള്ള വീടായിരുന്നു അത്. ഓട്ടോമൻ ആക്രമണകാരികളുടെ കാലത്തോളം പഴക്കമുള്ള ആ കൊട്ടാരം അനന്തരാവകാശികൾ ഒരു സത്രമായി നിലനിർത്തി. വരുമാനമാർഗം എന്നതിലുപരി തങ്ങളുടെ പുരാതന പ്രതാപത്തിൻ്റെ സ്മാരകമായി അവർ ആ കൊച്ചു കൊട്ടാരം സൂക്ഷിച്ചു. അകന്ന ബന്ധുവായ മിസ്റ്റർ ഹെർമനെ അതിൻ്റെ ചുമതലക്കാരനുമാക്കി. ഇംഗ്ലണ്ടിലെ ഒരു പുരാതന പ്രഭു കുടുംബത്തിലെ അംഗമാണ് പീറ്റർ പാർക്കർ. ഹംഗേറിയൻ ഭാഷയിലും ചരിത്രത്തിലും ഡോക്ടറേറ്റ് നേടിയ പീറ്റർ പാർക്കർ കുറേ കാലം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായിരുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഐറിഷ് വംശജനാണ് ഗ്രെഗ് ഹഡ്സൺ. ചരിത്രത്തിലും പുരാവസ്തുക്കളിലുമുള്ള കമ്പമാണ് അവരെ ട്രാൻസിൽവാനിയയിൽ എത്തിച്ചത്. ട്രാൻസിൽവാനിയ പ്രദേശം പണ്ട് ഡ്രാക്കുള പ്രഭുക്കന്മാരുടെ അധീനതയിലായിരുന്നു. ഈ പ്രദേശത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്ന ഭീകര കഥകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം കണ്ടെത്തണം എന്ന ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു. "സർ, അങ്ങ് അകലെ താഴ്വരയിലേക്ക് നോക്കൂ." മാനേജർ ഹെർമൻ വിരൽ ചൂണ്ടിയ ദിശയിലേക്ക് അവർ നോക്കി. 2 കറുത്ത പൊട്ടുകൾ ചലിക്കുന്നു. "ഓ, അത് കുതിരവണ്ടികളാണ്. അവർ സമയത്തു തന്നെ എത്തിച്ചേരും," പീറ്റർ പാർക്കർ ആശ്വസിച്ചു. അപ്പോൾ ഹോട്ടൽ മാനേജർ ഹെർമൻ പറഞ്ഞു, "സാർ, എനിക്ക് നിങ്ങളുടെ യാത്രയിൽ ഇടപെടേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നിങ്ങൾ പോകുന്ന സ്ഥലം അത്ര സുരക്ഷിതമല്ല. ആ ഡെവിൾസ് വില്ലേജിലേക്കല്ലേ നിങ്ങളുടെ യാത്ര?" "അതെ. നൂറ്റാണ്ടുകളായി ആൾതാമസമില്ലാതെ തകർന്നടിഞ്ഞ ആ ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അവിടെ ഞങ്ങൾക്ക് എന്തുപദ്രവം ഉണ്ടാകാനാണ്?" "സാർ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓട്ടോമൻ ആക്രമണകാലത്ത് കൊല്ലപ്പെട്ട പടയാളികളുടെ ഗ്രാമമാണത്. ഡ്രാക്കുള കുടുംബത്തിൽപ്പെട്ട ഒരു പ്രഭുവും കുറേ പടയാളികളുമാണ് അവിടെ താമസിച്ചിരുന്നത്. അവരുടെ മരണശേഷം അവിടെ ആരും താമസിച്ചിട്ടില്ല." "ആരും?" ഗ്രെഗ് ഹഡ്സൺ സംശയം പ്രകടിപ്പിച്ചു. അപ്പോൾ ഹെർമൻ പറഞ്ഞു, "എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ കഥ സത്യമെങ്കിൽ അതിനുശേഷം ഒരു സംഘം ധീരന്മാരായ ആളുകൾ ആ ഗ്രാമത്തിലേക്ക് പോയിരുന്നു. എന്നാൽ ഒരു രാത്രിക്ക് ശേഷം അവർ അപ്രത്യക്ഷരായി. അവർക്ക് എന്ത് സംഭവിച്ചുവെന്നോ അവർ എവിടേക്ക് പോയെന്നോ ആർക്കും അറിയില്ല. സാർ, ഭൂമിയിലെ മനോഹരമായ എത്രയോ സ്ഥലങ്ങളുണ്ട്. ആ പ്രേതാലയത്തിലേക്ക് തന്നെ പോകണമെന്നുണ്ടോ?" മിസ്റ്റർ ഹെർമൻ വളരെ ആത്മാർത്ഥമായും നിഷ്കളങ്കമായുമാണ് സംസാരിക്കുന്നതെന്ന് ഗ്രെഗ് ഹഡ്സന് തോന്നി. എന്നാൽ പീറ്റർ പാർക്കർ അതിനു പറഞ്ഞ മറുപടി ഇതാണ്: "മിസ്റ്റർ ഹെർമൻ, താങ്കളുടെ മുന്നറിയിപ്പിന് നന്ദി. പക്ഷേ ഇംഗ്ലീഷുകാരൻ്റെ രക്തത്തിൽ ചുവപ്പ് നിറം പോലെ കലർന്നിട്ടുള്ള മറ്റൊന്നു കൂടിയുണ്ട്, സാഹസികത. അതാണ് ഇംഗ്ലീഷുകാരനെ ലോകമാകെ എത്തിച്ചത്." "സർ, പക്ഷേ ഭാവനകളേക്കാൾ വിചിത്രമായ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്ന നാടാണ് ട്രാൻസിൽവാനിയ. അക്കാര്യം ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ." "ഏ, ഇതെന്താണ്?" ഹെർമൻ കൈ ഉയർത്തി വീശി. "അതാ വലിയ ചിറകുള്ള ഒരു കടവാവൽ." അത് ഹെർമൻ്റെ മുഖത്തിൻ്റെ നേർക്ക് പറന്നു ചെന്ന് അയാളെ വട്ടമിട്ടു. അതിൻ്റെ തിളങ്ങുന്ന കണ്ണുകളും കൂർത്ത പല്ലുകളും പീറ്റർ പാർക്കർ വ്യക്തമായി കണ്ടു. അവരെ വട്ടമിട്ടതിനു ശേഷം ആ ഭീകരജീവി വാതിലിലൂടെ പുറത്തേക്ക് പറന്നകന്നു. "ഏ, ഇത്തരം സത്വങ്ങൾ ഹോട്ടലിനുള്ളിലും കടന്നു വരുമോ?" "സാധാരണ വരാറില്ല. എന്നാലും മനുഷ്യരെ ഭയപ്പെടുത്തുന്ന രക്തദാഹികളായ വവ്വാലുകളും ചെന്നായ്ക്കളും വന്യമൃഗങ്ങളുമൊക്കെ ഈ പ്രദേശത്ത് ധാരാളമുണ്ട്. പിന്നെ മറ്റു പലതും." "വിജന സ്ഥലമല്ലേ സാർ?" "മറ്റു പലതുമോ?" എന്ന് ചോദിക്കാൻ ഗ്രെഗ് ഹഡ്സൺ നാവുയർത്തും മുമ്പ് കുതിരവണ്ടിക്കാരൻ ഹോട്ടലിൻ്റെ പോർച്ചിൽ വന്നു നിന്നു.
അടുത്ത നിമിഷം സൂര്യൻ്റെ പ്രകാശം മങ്ങി. വടക്ക് നിന്നും കനത്ത മൂടൽമഞ്ഞുപാളികൾ ഒഴുകി വരുന്നുണ്ടായിരുന്നു. വല്ലാത്ത കുളിരും. ഹായ്, വണ്ടികളെത്തി. പീറ്റർ പാർക്കർ ഹെർമനോട് നന്ദി പറയാൻ പിന്നാക്കം തിരിഞ്ഞു. അപ്പോൾ മിസ്റ്റർ ഹെർമൻ കുരിശ് വരയ്ക്കുന്നതാണ് അവർ കണ്ടത്. ഈശ്വര, പിശാചുക്കളിൽ നിന്നും ഭൂതപ്രേതാദികളിൽ നിന്നും ഇവരെ രക്ഷിച്ചു കൊള്ളണേ. അയാൾ പിറുപിറുക്കുന്ന ശബ്ദം പീറ്റർ പാർക്കർ വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു.